ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മർക്കോസിന് സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു 7 മുതൽ ഉള്ള വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു 12 ശിഷ്യന്മാരെ കമ്മീഷനിങ് ചെയ്യുകയാണ്. അവരെ അതിനായിട്ട് തിരഞ്ഞെടുക്കുന്നതാണ് കാണുന്നത്. വിശുദ്ധ മർക്കോസ് 6:7 മുതൽ. അനന്തരം അവൻ 12 പേരെ അടുക്ക വിളിച്ചു. അവർ ഈരണ്ടായി അയച്ചു തുടങ്ങി. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. അവർ വഴിക്ക് വടിയല്ലാതെ ഒന്നും എടുക്കരുത്, അപ്പവും പൊക്കണവും മടിശ്ശീലയിൽ കാശും അരുത്, ചെരുപ്പിട്ടുകൊള്ളാം, 2 വസ്ത്രം ധരിക്കരുത് എന്നിങ്ങനെ അവരോട് കൽപ്പിച്ചു. നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടം വിട്ട് പുറപ്പെട്ടു പോലും അതിൽ തന്നെ പാർപ്പിൻ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടം വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി ഉടഞ്ഞു കളവീൻ എന്നും അവരോട് പറഞ്ഞു. അങ്ങനെ അവൻ പുറപ്പെട്ട് മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു. വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേക രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. ഇങ്ങനെ അവൻ്റെ പേർ പ്രസിദ്ധമായി വരികയാൽ ഹെരോദ രാജാവ് കേട്ടിട്ട്, യോഹന്നാൻ സ്നാപകൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അതുകൊണ്ട് ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ഏലിയാവാകുന്നു എന്ന് മറ്റു ചിലർ പറഞ്ഞു. വേറെ ചിലർ അവൻ പ്രവാചകന്മാരിൽ ഒരുത്തനെ പോലെ ഒരു പ്രവാചകനെന്ന് പറഞ്ഞു. അത് ഹെരോദാവ് കേട്ടാറെ താൻ തലവെട്ടിച്ച് യോഹന്നാനാകുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, യേശു കർത്താവിന് സ്വന്തം പട്ടണത്തിൽ താൻ പുറത്താക്കപ്പെട്ടപ്പോൾ താൻ ശിഷ്യന്മാരെ തൻ്റെ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ, നിങ്ങളേതെങ്കിലും പ്രദേശത്ത് ചെന്നാൽ നിങ്ങൾ പോകേണ്ടത് എങ്ങനെയാണ്, നിങ്ങളുടെ ഡിസിപ്ലിൻ, ദൈവമക്കൾക്കൊരു ഡിസിപ്ലിനും ദൈവമക്കൾക്ക് ഒരു രീതിയും ഉണ്ടായിരിക്കണം. അവൻ്റെ വസ്ത്രത്തിലും അവൻ്റെ ഇടപാടുകളിലുമൊക്കെ ഇരണ്ടായി പോകുന്ന ദൈവമക്കളുടെ ദൈവ ശുശ്രൂഷകർക്ക് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളാണ് കൊടുക്കുന്നത്. നിങ്ങൾ ചെന്നാൽ നിങ്ങളെ എല്ലാവരും സ്വീകരിക്കണമെന്നില്ല. നിങ്ങളെ തള്ളിക്കളയുന്നവർ കാണും, അല്ല അവിടെ പൊടി തട്ടിക്കളഞ്ഞേക്കണം. അത് സാക്ഷ്യത്തിനായി അവിടെ നിൽക്കണം. അതുകൊണ്ട് ദൈവമക്കൾ അങ്ങനെ പോകണം. ദൈവമക്കൾ ശുശ്രൂഷിക്കുന്നത് പോലെ ശുശ്രൂഷിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവിടെ വലിയ അത്ഭുതങ്ങളാണ് നടന്നത്. അവിടുത്തെ വലിയ സംശയം, ഇവൻ ഏലിയാവാണോ, യോഹന്നാൻ സ്നാപകൻ എഴുന്നേറ്റ് വന്നതെന്ന് പറയുന്നു. ഇതാ യേശുവാണെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ശുശ്രൂഷകൾ ആളുകൾക്ക് കൺഫ്യൂഷനാവും. യഥാർത്ഥമായ യേശു കർത്താവിൻ്റെ ആ ശക്തി, ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ദൈവ ശുശ്രൂഷകളിൽ ആ ശക്തിയോടെ ശുശ്രൂഷ ചെയ്യുവാൻ ഉള്ള കൃപ ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും നൽകട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഞങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷകളെല്ലാം ഞങ്ങൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ, ദൈവദിന അടിസ്ഥാനത്തിൽ ചെയ്യുവാൻ, വചനപ്രകാരം ചെയ്യുവാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വടിയല്ലാതൊന്നും എടുക്കരുത്, 2 വസ്ത്രമരുത്, ചെരുപ്പിട്ടുകൊള്ളാം, എവിടെയെങ്കിലും ചെന്നാൽ അവിടെ സമാധാനം പറവിൻ. കർത്താവെ, ഡിസിപ്ലിൻഡായിട്ട് ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപ തരണമേ. അത് ഭവനങ്ങൾക്ക് അനുഗ്രഹമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഉൾക്കൊള്ളാതിരിക്കുന്നവരോട് ചെയ്യേണ്ടത് എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഈ ദൈവകൃപയും ഈ ദൈവശക്തിയും ലഭിച്ചു. ഈ വചനം കേൾക്കുന്നവർക്ക് തന്നെ ഇത് അനുഗ്രഹമാക്കണമേ. അവരുടെ കുടുംബങ്ങൾക്ക് ഇത് അനുഗ്രഹമാക്കണമേ. ഇത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചു കൊള്ളണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.